ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാട്ടിച്ചു തരാം. അത് നിങ്ങൾ തട്ടി മാറ്റി പോകരുത്, ഫുള്ളായിട്ട് കാണണം കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇന്ന് അന്യ തൊഴിലാളികൾ, അന്യതൊഴിലാളികൾ ചില ബയ്യാമാർ, ഈ ബയ്യാമാരെ ഒരു ഇതൊന്ന് ഫസ്റ്റ് കേൾക്കാം, അതിന് ഞാൻ ബാക്കി പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഒരു അന്യതൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവരുടെ അടുത്ത് ഒരു ദിവസത്തെ ശമ്പളം പറഞ്ഞതാണ്. എത്ര? മേസ്ത്രിക്ക് 1150, മറ്റതിൻ്റെ താഴെ ജോലി ചെയ്യുന്നവർക്ക് 850. പക്ഷേ ഇത് അങ്ങനെയല്ല അവർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, അതിൽ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. മേസ്ത്രിക്ക് തന്നെ 1300, 1400 ഉണ്ട്. അതിൽ താഴെ ജോലി ചെയ്യുന്നവർക്ക് 1000 രൂപയും. അതവർ 9 മണി മുതൽ 1 മണി വരെ അതിൻ്റെ ഇടയിൽ ചായ ഇതെല്ലാം കൊടുക്കണേ വേണം. പക്ഷെ പണിയെല്ലാം പെർഫെക്റ്റാണ്, കൂടുതൽ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. അതിരിക്കട്ടെ. ഞാനിന്ന് ഒരാളെ പരിചയപ്പെടാൻ സാധിച്ചു. ഒരു ചെറിയ പയ്യന്, ഒരു 26, 28 വയസ്സിൻ്റെ ഇടയിലുള്ള. ഇപ്പം ഞാൻ എല്ലാ ദിവസവും മൂപ്പരെ കാണാറുണ്ട്. അങ്ങനെ ഇന്നെന്താണെന്ന് വെച്ചാൽ അവൻ എന്നോട് ചോദിച്ച്, ഇന്ത്യയിലാണെന്ന് ചോദിച്ചത്, നീ എവിടെയാണെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ. അപ്പോൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം മൂപ്പര എന്നെ. മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ച്, നീ ബയ്യ അല്ലേന്ന് ചോദിച്ച്. അതെ ഞാൻ ബയ്യ തന്നെ. എവിടെ സ്ഥലം നിൽക്കുമ്പോൾ അവനെ എവിടെ UP-യിൽ അങ്ങോട്ട് എവിടെയോ പറയുകയും ചെയ്തു. പിന്നെ അവന് ശരിക്കും മലയാളം തന്നെ സംസാരിച്ച് ചോദിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ പിന്നെ കൊല്ലം, കോട്ടയം അവിടെ ഞാൻ ജോലി ചെയ്തിരുന്നു. എത്ര വർഷമാണ്? ഞാൻ 1-2 വർഷം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അപ്പോൾ എന്ത് പണിയെന്ന് വെച്ച്, ഇങ്ങനെ ഇതായിട്ട് ഉണ്ടായിരുന്നെന്ന് വെച്ച്. അപ്പോൾ എത്ര ശമ്പളം? എനിക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് 1400 രൂപ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തെ ശമ്പളം അവൻ പറഞ്ഞത് മേസ്ത്രിയല്ല, വേറെന്തോ ഒരു ഇതായിട്ടുള്ളത്. 1400 രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. അത് ചിലയിടത്ത് പോയിട്ടാകുമ്പോൾ കുറച്ച് സ്പീഡിൽ പണിയെടുത്തിട്ട് കുറച്ച് നേരത്തെ ആ വീട്ടിൽ നിന്ന് വരുന്നതും ചെയ്യുന്നു. ചിലപ്പോൾ 3 മണി നമ്മൾക്ക് കഴിയുന്നു, ചിലപ്പോൾ 4 മണി നമ്മൾക്ക് കഴിയുന്നു. എന്നാലും ശമ്പളം ഫിക്സഡ് തന്നെ 1400 രൂപ. അപ്പം ഞാൻ അവനോട് ചോദിച്ച്, നീ എന്തിനാണ് ഈ ഗൾഫിലോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. ഓൻ എന്നോട് പറഞ്ഞ്, പെട്ടുപോയതിക്ക ഇങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടുപോയി. മനസ്സിലാക്കണം നിങ്ങൾ, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് പറയുന്നത് ഞാൻ പെട്ടുപോയത്. ഞാൻ എങ്ങനെ നീ പെട്ടുപോയതിക്ക, ഞാൻ ഈ നമ്മളെ നാട്ടിൽ നമ്മളെ ഫ്രണ്ട് എല്ലാം ഗൾഫിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടാകുമ്പോൾ അവർ വന്ന ഉടനെ പെർഫ്യൂം അടിച്ചിട്ടും നല്ല വണ്ടി എടുത്തിട്ടും നല്ല ഡ്രസ്സും ഷൂവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മുടെ കണ്ണങ്ങോട്ടേക്ക് വെച്ച്. അപ്പം ഞമ്മ വിചാരിച്ച് ഗൾഫിലോട്ടേക്ക് പോയാൽ ഇതിനാങ്കാട്ടും നല്ല ശമ്പളം കിട്ടുമായിരിക്കുമല്ലേ. അങ്ങനെയാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. അവൻ വരാൻ തന്നെ എത്ര 2 ലക്ഷം രൂപ ചിലവാക്കിനോ വിസക്കും കാര്യങ്ങളും. ഇവിടെ വന്നിട്ട് എന്ത് പണിയെന്നറിയാം നിങ്ങൾക്ക്? ഹൗസ് ഡ്രൈവർ, ചില വീട്ടിലെ ഡ്രൈവറായിട്ട് അവൻ വന്നത്. ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം മാഡത്തിനെ ഓഫീസിൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് വിടാനാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മാഡത്തിനെ വിടാനാവും. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു 7-8 മണിയാകുമ്പോൾക്ക് മാഡും കുട്ടികളൊത്തിട്ട് പുറത്ത് പോവും കറങ്ങാൻ. ആ ജോലി കഴിയുമ്പോൾക്ക് തന്നെ രാത്രി 12 മണി 1 മണിയാവും. 1 മിനിറ്റ് റെസ്റ്റ് കിട്ടുന്നില്ല. ശമ്പളം എത്ര നാട്ടിലെ? 25,000 രൂപ ശമ്പളം. സോറി കേട്ടോ,
25,000 റുപ്യ ശമ്പളം. ഇവിടെ എത്തി നോക്കിയിട്ടാകുമ്പോൾ അവൻ പറയുന്നത്, ശരിക്കും രാവിലെ അവർക്ക് നാട്ടിലാണെങ്കിൽ 9 മണിയാകുമ്പോഴേക്ക് അവനക്ക് 10 മണിയാകുമ്പോഴേക്ക് അവനക്ക് രാവിലത്തെ തന്നെ ലാസ്റ്റ് എത്തി. 1 മണി 2 മണിൻ്റെ ഉള്ളിൽ എനിക്ക് ഉച്ചക്കത്തെ ചോറെത്തി. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് ചായ എത്തി. നാട്ടിൽ 1,400 റുപ്യൊക്കെ പണിയെടുക്കുന്ന സമയത്ത് അപ്പോൾ 1,400 രൂപ നിങ്ങൾ കൂട്ടി നോക്കിക്കോ ഒരു മാസം എത്ര പൈസയായി എന്ന്. ഇവിടെ ഈ ഒരു മാസം കിട്ടുന്നത് 25,000 റുപ്യ. ഈ 25,000 നിന്ന് അവനക്ക് മൊബൈലിൻ്റെ റീചാർജ് പോകും. ഭക്ഷണം തന്നെയാ രാവിലെ ശരിക്കും നേരെ കഴിക്കാൻ പറ്റുന്നില്ല. ഉച്ചക്ക് തന്നെ 2 മണി 3 മണിയാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ. രാത്രി പിന്നെ പറയേണ്ടേ വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഈവന് നാട്ടിലെ അവൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഈ പെർഫ്യൂമും ഇതെല്ലാം അടിച്ചിട്ട് വണ്ടിയിലെല്ലാം ചെത്തുമ്പോൾ ഇവൻ്റെ മനസ്സാകെ അങ്കാളിച്ചു പോയി. അങ്ങനെയാണ് ഇവന് ഗൾഫിലോട്ടേക്ക് വന്നത്. ഇവൻ പറയുന്ന വാക്കുണ്ടല്ലോ, ഇക്കാ ഞങ്ങൾക്ക് കേരളം സ്വർഗമാണ് ഇക്ക. എന്തെങ്കിലും അത്യാവശ്യത്തെ ഘട്ടത്തിലേക്ക് നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോവാം. അവിടെ പിന്നെ 1 മാസം നിന്നാൽ 2 മാസം നിങ്ങൾ ആരും ചോദിക്കില്ല. ഈ കേരളത്തിൽ നിന്നിട്ട് തന്നെയാണ് ഇവൻ നാട്ടിൽ സ്ഥലമെടുത്ത് വീട് കെട്ടി. അതും പോരാണ്ട് കടമില്ലാതെ 2 ലക്ഷം റുപ്യ വിസക്കും കൊടുത്തിട്ട് ഇവന് വന്നത്. ഇപ്പം ഈ ചങ്ങായനോട് പറയുന്നത്, ഇനി ഞാൻ ഈ വിസൻ്റെ 2 വർഷമാണ് അവരുടെ അടുത്തുള്ള അഗ്രിമെൻറ്റ്. ഈ 2 വർഷം കഴിഞ്ഞ് ഞാൻ പോയെങ്കിൽ ഇനി തിരിച്ചു വരില്ലേക്ക, വീണ്ടും കേരളത്തിലേക്ക് തന്നെ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നു. പക്ഷെ എൻ്റെ അവനും ചോദിക്കുന്നതന്നെ, അപ്പം നിങ്ങളെ കേരളക്കാരൊന്നും ഇങ്ങനെ ജോലി ചെയ്യുന്നില്ലല്ലോ നാട്ടിൽ? അവരെല്ലാം ഗൾഫിൽ പോയിട്ടും ഇതാക്കിയിട്ടും നല്ല ഇത് കാശ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ കൂടുതലും പണിയെടുക്കുന്നത് ഞങ്ങളെ നാട്ടുകാർ, വയ്യാമാറും അങ്ങനത്തെ ആസാം, പിന്നെ UP, രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത് അങ്ങനെയുള്ളവരെല്ലാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നുള്ളത്. പക്ഷെ നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നോക്കണം കേട്ടോ. ഗൾഫിൽ വന്നിട്ട് അവന് പറഞ്ഞ വാക്കെന്ത്, ഇതിനെക്കാട്ടും ഞങ്ങൾക്ക് സ്വർഗം കേരളമാണ്. എത്രത്തോളം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ വാക്കുകൾ അവൻ്റെ വായിൽ നിന്നെല്ലാം കേൾക്കുമ്പോൾ ഇല്ലേ, ഞാനും ഒരു മലയാളി എന്നറിഞ്ഞിട്ടുള്ളത് നമുക്ക് എത്രത്തോളം സന്തോഷമാകുന്നല്ലേ. നിങ്ങളെ മുമ്പിൽ ഞാൻ ഇതേ ആളെ ഒരു ദിവസം ഞാൻ കൊണ്ടുവരും. എന്നിട്ട് ആ വാക്കുകൾ അവനെ കൊണ്ട് തന്നെ പറയിക്കും. 1,400 റുപ്യക്ക് ശമ്പളം പണിയെടുക്കുന്നുണ്ടായ പോനി ഇവിടെ വന്നിട്ടാ നാട്ടിൽ ലീവ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ലീവും ഇല്ല, ഒരു ചുക്കും ഇല്ല. ജോലിയാന്ന് വെച്ചാൽ പറയേണ്ടിയും വേണ്ട, അങ്ങനെയുള്ള ജോലിയും തന്നെ. ശരിക്കും ഭക്ഷണം കഴിക്കാൻ, കേരളത്തിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളും എല്ലാ ഇതും. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. നമ്മുടെ കേരളത്തിൽ വൈകുന്നേരമായിട്ടാകുമ്പോൾ തടിച്ചു കൂടുന്ന വയ്യാമാർ നമ്മൾ കാണുന്നില്ല. ഇതിൽ തൊട്ട് കേരളത്തിൽ കച്ചവടം ചെയ്യുന്ന നമ്മുടെ ഹോട്ടൽ കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്ന അവർക്കും ബിസിനസ് കിട്ടുന്നുണ്ട് അല്ലേ? അവർക്കും ബിസിനസ് ഉണ്ട്. മൊബൈൽ ഷോപ്പിലെല്ലാം നോക്കി അവരുടെ ഭയങ്കര ക്യൂ ആയിരിക്കും. എന്നിരുന്നാലും കേരളത്തിനെ പറ്റിയിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, രോമങ്ങൾ എണിച്ചു പോകുന്നു.